ഓം ശാന്തി. അവ്യക്ത പരിവാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവ്യക്ത ശാന്തിയിലൂടെ ഡബിൾ ലൈറ്റ് ഫരിഷ്ത സ്വരൂപത്തിൻ്റെ അനുഭൂതി ചെയ്യുന്നതിനായുള്ള ഇന്നത്തെ ടോപ്പിക്കാണ് സങ്കല്പങ്ങളുടെ ഗതിയെ നിർത്തലാക്കാനുള്ള അഭ്യാസം. ഇന്നത്തെ അവ്യക്ത സൂചന എങ്ങനെയാണോ ചില ദിവസങ്ങളിൽ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കവേ അതെല്ലാം നിർത്തിവെച്ചുകൊണ്ട് 3 മിനിറ്റ് സൈലൻസിൻ്റെ അഭ്യാസം ചെയ്യുന്നത്, സഞ്ചരിച്ചുകൊണ്ടിരിക്കവേ എല്ലാ കാര്യങ്ങളെയും നിർത്തലാക്കുന്നു. ഇതുപോലെ താങ്കളും ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും സംസാരിക്കുകയാണെങ്കിലും ഇടയ്ക്കിടെ മനസ്സിൻ്റെ സങ്കല്പങ്ങളെ നിർത്തൂ. ശരീരം കൊണ്ട് കർമ്മം ചെയ്യുന്നതും നിർത്തിവെച്ച് തൻ്റെ ഡബിൾ ലൈറ്റ് മാലാഖ സ്വരൂപത്തിൻ്റെ അനുഭൂതി ചെയ്യും. ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് മോഹിനി ദീദിജിയിൽ നിന്ന് നമുക്ക് കേൾക്കാം. ഓം ശാന്തി. നമുക്കറിയാം, ഒരുപാട് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ വീട്ടിലെത്താൻ വൈകി പോകുന്നു. പലരും ലേറ്റായാണ് എത്തിച്ചേരുന്നത്. എന്തുകൊണ്ടെന്നാൽ ചോദിച്ചു കഴിഞ്ഞാൽ പറയും ട്രാഫിക് ഒരുപാടുണ്ടായിരുന്നു. ലോകത്തിലാണെങ്കിലും ചില സ്ഥലങ്ങൾ ഇങ്ങനെയുമുണ്ട്. ഉദാഹരണത്തിന് ഹൈദരാബാദ്, ബാംഗ്ലൂരിലെല്ലാം നാം കറങ്ങുന്നതിന് വേണ്ടി പോയി കഴിഞ്ഞാൽ ഇത്രയും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവും. ചിലപ്പോൾ വേണ്ടതൊന്നും കാണാൻ പോലും നമുക്ക് സാധിക്കില്ല. കാറുകൾ, ബിൽഡിങ്ങുകൾ മാത്രമേ കാണുള്ളൂ. അങ്ങനെയുള്ള സിറ്റികളുമുണ്ട്. അതിനാൽ എപ്പോഴും യാത്രയ്ക്ക് പോകുമ്പോൾ അതിരാവിലെയുള്ള സമയം പോകാൻ പറയും. അതിരാവിലെ 4 മണിക്കെല്ലാം നമ്മൾ യാത്ര ചെയ്യാനായിട്ട് ആരംഭിച്ചു കഴിഞ്ഞാൽ ആ സമയങ്ങളിൽ വളരെ ഫ്രീ ആയിരിക്കും റോഡെല്ലാം. ട്രാഫിക് ഉണ്ടാകുമ്പോൾ നമുക്കൊന്നും സ്പഷ്ടമായി കാണില്ല. അതേപോലെ മനസ്സിൻ്റെ സങ്കല്പങ്ങളുടെ ട്രാഫിക്, സങ്കല്പങ്ങൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ അത് ചെയ്യാം, ഇത് ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, ഈ രീതിയിൽ ചെയ്യാം. മനസ്സിൻ്റെ സ്വഭാവം തന്നെ ഇതാണ്. ഏതെങ്കിലും കാര്യങ്ങൾ എപ്പോഴെങ്കിലും കാണുകയാണെങ്കിൽ അതിനെ ഒരിക്കലും പിന്നെ മറക്കില്ല, ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ട്രാഫിക് ജാമിൽ പെട്ട പോലെ ആയിരിക്കും പിന്നെ. അതിനാൽ ഒരുപാട് അഭ്യാസം നമുക്ക് ചെയ്യേണ്ടതുണ്ട്. പെട്ടെന്ന് ട്രാഫിക്കിൽ നിർത്തി വയ്ക്കുകയാണെങ്കിൽ അപ്പോഴും നമുക്ക് ക്ഷീണം വരും. ട്രാഫിക്കിൽ തന്നെ ഒരുപാട് സമയം ചെലവഴിക്കുകയാണെങ്കിൽ. അതിനാൽ മനസ്സിൻ്റെയും ബുദ്ധിയിലും നടക്കുന്ന സങ്കല്പങ്ങളെ വ്യവസ്ഥിത രൂപത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മൾ എന്തെല്ലാം യുക്തികൾ രചിക്കണം. കാരണം മനസ്സിലും ബുദ്ധിയിലും സങ്കല്പങ്ങൾ നടക്കുമല്ലോ. മനസ്സ് എന്തെങ്കിലും കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ ബുദ്ധി അതിനെ പരിശോധിച്ചുകൊണ്ടിരിക്കും. ഇനി ബുദ്ധിയിൽ എന്തെങ്കിലും സങ്കല്പങ്ങൾ വന്നാൽ ചില സമയത്ത് മനസ്സിനത് ഇഷ്ടപ്പെടുകയുമില്ല. ആത്മാവ് ചൈതന്യമായതുകൊണ്ട് ചൈതന്യമായിട്ടുള്ള ഒന്നിനെ നമുക്കൊരിക്കലും പിടിച്ചു നിർത്താൻ സാധിക്കുകയില്ല. പക്ഷേ ഈ ചൈതന്യമായ ശക്തിയെ നമുക്ക് നമ്മുടെ നിയന്ത്രണത്തിലേക്ക്, നിയമത്തിൻ്റെ ഉള്ളിൽ വയ്ക്കാൻ സാധിക്കും. മനസ്സിനെ നിർത്തിയിട്ട് കാര്യമില്ല, നിർത്താൻ ശ്രമിച്ചിട്ട്. പക്ഷെ അതിനെ നിയമത്തിലേക്ക്, ട്രാക്കിലൂടെ കൊണ്ടുപോകാൻ സാധിക്കും. ഏതൊരു കാര്യത്തെ പ്രതി എത്ര സമയം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു അതിലും കൂടുതൽ ചിന്തിക്കരുത്. ചിന്തിച്ചു കഴിഞ്ഞാൽ വീണ്ടും കാര്യം വലുതാകും. എന്തുകൊണ്ടെന്നാൽ ചിന്തിച്ചിട്ടാണ് കടുകുമണി പോലുള്ള സാഹചര്യങ്ങൾ പർവ്വതത്തിന് സമാനമാകുന്നത്. ചിലർ ചോദിക്കാറുണ്ടല്ലോ, എന്തിനാ ഇത്രയും ചിന്തിക്കേണ്ട ആവശ്യമെന്ന്. ചിലരുടെ സ്വഭാവം തന്നെ കാര്യത്തെ പർവ്വതത്തിന് സമാനാക്കുക എന്നുള്ളതാണ്. അതായത് കാര്യത്തെ വലുതാക്കുക. നമ്മുടെ ജാനകി ദാദിജി പറയാറുണ്ട്, ആദ്യം കാര്യത്തെ ശരിയായ രീതിയിൽ മനസ്സിലാക്കൂ. കാര്യം വളരെ ചെറുതാണ്, താങ്കളാണ് ചിന്തിച്ചതിനെ വലുതാക്കുന്നത്. എത്രത്തോളം ചിന്തിക്കുന്നു വലുതാകും. എന്ത് സംഭവിക്കും, എങ്ങനെയാകുമോ, ഇങ്ങനെ സംഭവിക്കരുതായിരുന്നു, അതിനോട് ചിന്തിക്കുന്നത് അവസാനിക്കൂ. സ്പഷ്ടമായ മനസ്സിൽ ഒരു തരത്തിലുള്ള ട്രാഫിക്കും കൂടാതെ എന്ത് ശരിയാണോ, എന്ത് നല്ലതാണോ, ഇത് മാത്രം നമ്മൾ ചിന്തിച്ചു നോക്കൂ. ഒരുപാട് ലാഭം നിങ്ങൾക്ക് ലഭിക്കും. ബാബ എന്തെല്ലാമാണോ പറയുന്നത് അതിൽ നന്മകൾ മാത്രമാണ് അടങ്ങിയിരിക്കുന്നത്. പക്ഷേ ഓരോ കാര്യത്തെക്കുറിച്ചുള്ള അഭ്യാസം നമുക്ക് വേണം. ഇന്നലെയും ബാബ പറഞ്ഞല്ലോ, ബീജരൂപത്തിൻ്റെ അഭ്യാസം ചെയ്യൂ, അശരീരി സ്ഥിതിയുടെ അഭ്യാസം ചെയ്യൂ എന്ന്.
ഫരിസാ സ്വരൂപത്തിൻ്റെ അഭ്യാസം ചെയ്യൂ. അതിനാൽ ബാബ പറയുന്നത് സങ്കല്പങ്ങളുടെ ഗതിയെ നിയന്ത്രിക്കാനുള്ള അഭ്യാസം ചെയ്യൂ. വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ, ഉദാഹരണത്തിന് മഹാത്മാഗാന്ധി ജയന്തിയോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ജയന്തികളും വിശേഷ ദിവസങ്ങളും വരുമ്പോൾ ട്രാഫിക്കിനെ നിർത്തിവെച്ച് 3 നിമിഷം സൈലൻസിൻ്റെ പ്രാക്ടീസ് ചെയ്യുന്നത് പോലെ. മിലിറ്ററിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മൗണ്ട് അബൂലുമുണ്ട് പോലീസ് ട്രെയിനിങ്ങിൻ്റെ ക്യാമ്പ്. ചിലപ്പോൾ ചില സമയത്ത് അവർ മുന്നോട്ട് പോകവേ ഒറ്റയടിക്ക് നിർത്തിവെക്കും. ഒറ്റയടിക്ക് സ്റ്റോപ്പ് എന്ന് പറയും. വണ്ടി ഓടിക്കാനായിട്ട് പഠിക്കുന്നവർക്കാണെങ്കിലും ഏറ്റവും വലിയ മാർക്സ് ലഭിക്കുന്നതും പെട്ടെന്ന് നിർത്താൻ സാധിക്കുന്നതിലാണ് ലഭിക്കുന്നത്. ഒരു സ്പോട്ടുണ്ട്, ആ സ്പോട്ടിൽ തന്നെ നിർത്തണം. അതിലൊരടി പോലും മുന്നോട്ട് പോയാൽ തോറ്റു, ലൈസൻസ് കിട്ടില്ല. ഒരു ചുവടെങ്കിലും മുന്നോട്ട് പോയി എങ്കിൽ, എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഡൽഹിയിൽ വണ്ടി ഓടിക്കുമായിരുന്നു. കുറച്ചെങ്കിലും മുന്നോട്ട് പോയാൽ, കൂടുതലല്ല, എൻ്റെ വീടിൻ്റെ മുന്നിൽ തന്നെ വളരെ വലിയൊരു വൃക്ഷമുണ്ട് സെൻറ്ററിൻ്റെ വെളിയിൽ. അപ്പോൾ നിർത്തേണ്ട സ്ഥാനത്ത് നിർത്താതെ ഒരു അടിയെങ്കിലും മുന്നോട്ട് പോയാൽ ആ വൃക്ഷത്തിൽ പോയി ഇടിക്കുമായിരുന്നു. അത് വൃക്ഷം തന്നെ ആവണമെന്നില്ല, അത് കാറുമാകാം, ഒരു വ്യക്തിയുമാകാം. വ്യക്തിയുമായിട്ട് നമ്മൾ കൂട്ടിയിടിക്കുമല്ലോ, അർത്ഥം പ്രശ്നങ്ങളുണ്ടാകുമല്ലോ. കുട്ടികളാണെങ്കിലും സ്കൂളിൽ പഠിക്കുന്നവർ സ്കൂൾ ബസ്സിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി വീട്ടിലേക്ക് പോകാനുള്ള ധൃതിയിൽ വണ്ടിയുടെ മുന്നിലൂടെ ക്രോസ് ചെയ്യുമ്പോഴും പെട്ടെന്ന് നിർത്താൻ പറ്റാത്തത് കൊണ്ട് ഒരുപാട് ആക്സിഡൻറ്റുകൾ, അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എവിടെ നിർത്തണമോ നിർത്താൻ സാധിക്കാത്തതുകൊണ്ടല്ല അപകടങ്ങൾ സംഭവിക്കുന്നത്. അതുപോലെ മനസ്സിൻ്റെ ചിന്തകളാണെങ്കിലും സാധാരണ ചിന്തകളാണെങ്കിലും നമുക്ക് ഇടയ്ക്ക് ട്രാഫിക് കൊടുക്കണം, ട്രാഫിക് കൺട്രോളിൻ്റെ അഭ്യാസം ചെയ്യണം. നടക്കുമ്പോഴും കറങ്ങുമ്പോഴും മുന്നോട്ട് പോകവേ എല്ലാ കാര്യങ്ങളെയും നിർത്തിവെച്ചുകൊണ്ട്, എന്തെങ്കിലും സംസാരിക്കുന്ന സമയത്ത്, കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് സങ്കല്പങ്ങളെ നിർത്തിവെച്ച്, കാര്യങ്ങളെ നിർത്തിവെച്ച് ട്രാഫിക് കൺട്രോളിൻ്റെ അഭ്യാസം ചെയ്യൂ. ഒരു നിമിഷത്തേക്കാണെങ്കിലും മനസ്സിൻ്റെ സങ്കല്പങ്ങളെ ശരീരത്തിലൂടെ കർമ്മം ചെയ്യുകയാണെങ്കിലും അതിനെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് തൻ്റെ ഫരിസാ സ്വരൂപത്തിൻ്റെ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യണം. സ്റ്റോപ്പിൻ്റെ ചിഹ്നവും നിങ്ങൾ റോഡരികിൽ കണ്ടിട്ടുണ്ടാവും, വളരെ വലുതായി വെച്ചിട്ടുണ്ടാവും. അതായത് നിർത്തി ശരിയായ ദിശയിലേക്ക് എടുക്കാൻ. ചില കാര്യങ്ങൾ ഒരുപാട് ചിന്തിച്ച് ഊഹാപോഹത്തിലേക്ക് വന്ന് അവനവനെ തന്നെ കുടുക്കിലേക്ക് കൊണ്ടുവരും. ആ സമയത്ത് അങ്ങനെ തോന്നുകയാണെങ്കിൽ ഒരു സെക്കൻഡ് നിർത്തിവെച്ച്, സങ്കല്പങ്ങളുടെ ഗതി നിർത്തിവെച്ച്, ആത്മസ്വരൂപത്തിൽ, ശാന്തസ്വരൂപത്തിൽ, അവ്യക്ത ശാന്തിയിൽ ശാന്തിയുടെ അനുഭൂതി ചെയ്യൂ. അത് 3 നിമിഷത്തേക്ക്, 5 നിമിഷത്തേക്ക്. പിന്നീട് നിങ്ങൾ ചിന്തിക്കൂ, അതായത് കണ്ടിന്യൂ ചെയ്യൂ. ഓരോ മൈൽ 2 മൈൽ കഴിയുമ്പോഴും ട്രാഫിക് ലൈറ്റ് നിങ്ങൾ കാണുന്നില്ലേ? അപ്പോൾ ഡ്രൈവർ എന്ത് ചെയ്യും? തൽക്കാലം വണ്ടി നിർത്തിവെച്ച് നമുക്ക് ഏത് ദിശയിലേക്കാണോ പോകേണ്ടത് ആ ദിശയിലേക്ക് പോകും. അപ്പോൾ അതുപോലെ നമുക്കും ദിവസം മുഴുവനും അറ്റൻഷൻ വെച്ച് ട്രാഫിക് കൺട്രോളിൻ്റെ പ്രാക്ടീസ് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാം. ഓം ശാന്തി.